ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 മെയ് മാസം 21 തീയതി, ഇടവ മാസം 7 തീയതി, ബുധനാഴ്ച. സമയം രാവിലെ 6 മണി. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംസ്ഥാനത്ത് സ്വർണം കൂടിയും കുറഞ്ഞും സഞ്ചരിക്കുകയാണ്. തിങ്കളാഴ്ച പവന് 280 രൂപയും ഗ്രാമിന് 35 രൂപയും വർദ്ധിച്ച സ്വർണ്ണവില ഇന്നലെ പവന് 360 രൂപയും ഗ്രാമിന് 45 രൂപയും കുറഞ്ഞിരുന്നു. ഇതോടെ വീണ്ടും 70,000 രൂപയ്ക്ക് താഴേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് ഒരു പവന് 69,680 രൂപയിലും ഗ്രാമിന് 8,710 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നലെ $3,200 പരിധിയിലേക്ക് ഇറങ്ങിയ സ്വർണ്ണവില ഇപ്പോൾ വീണ്ടും ഉയർന്നുകൊണ്ട് $3,280 പരിധിയിലാണ് എത്തി നിൽക്കുന്നത്. അമേരിക്കയിലെ പുതിയ സാമ്പത്തിക മാറ്റങ്ങൾ സ്വർണത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും എന്ന് കരുതി എങ്കിലും കാര്യമായ മാറ്റങ്ങളില്ലാതെ സ്വർണ്ണവില തുടരുകയാണ്. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1 ഔൺസ് സ്വർണത്തിന് $3,280. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,501 രൂപ, 1 പവൻ 76,014 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,126 രൂപ, 1 പവൻ 57,010 രൂപ. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 916 അഥവാ 22 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 8,710 രൂപ, 1 പവൻ 69,680 രൂപ. ഇന്നത്തെ വെള്ളിവില 1 ഗ്രാം 107 രൂപ, 1 കിലോ 1,07,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്